സാറേ നമുക്ക് ഇപ്പൊ ഇവിടെ ഉള്ള സംവിധാനത്തിൽ ബോട്ട് ഉപയോഗിച്ചിട്ടാണ് മീൻ പിടിക്കാൻ പോകാൻ പറ്റുള്ളൂ കടലിൽ. സാറ് ഭരണകൂടത്തിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും പ്ലെയിന് തരാൻ പറയണം. ഞങ്ങളപ്പോൾ പ്ലെയിനിൽ പോയി മീൻ പിടിച്ചിട്ട് അന്ന് തന്നെ കൊണ്ടുവരാം. എളുപ്പമാവില്ലേ? സൗകര്യം ഉണ്ടാവും. അവ നല്ല പച്ച പിടക്കണ മീനോടെ കൊണ്ടൊക്കെ തരാൻ പറ്റും. ഇയാളെന്തായി പറയണം? ഈ വിമാനത്തിലേക്ക് എങ്ങനെ കടലിൽ നിന്ന് മീൻ പിടിക്കാൻ ചെയ്യുന്ന തെറ്റുകളെ മിസ്റ്റർ മന്മഥൻ ഇത് കടലിലാണ് പോണത്. നമ്മൾ ഇവിടുന്ന് എറണാകുളത്തോ അല്ലെങ്കിൽ അവിടെ ഇവിടെ പോയല്ല പിടിക്കുന്നത്, വെള്ളത്തിലാണ്. അവിടെ തിരയുണ്ട്, മീനുണ്ട്, സ്രാവുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിന്നാണ് ഈ കഷ്ടപ്പെട്ട് മീൻ പിടിച്ചോണ്ട് വരണത്. അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ അറിയണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10 ദിവസം കടലിൽ വരും ഞങ്ങളവിടെ. അപ്പൊ നിങ്ങളൊന്നും ഇങ്ങനെ പറയൂല. അപ്പൊ നിങ്ങൾക്ക് ഏത് മുഴുത്ത മീൻ തന്നാലും രുചിയായിരിക്കും. ശ്രീമതി മണ്ഡോദരി, അഡ്വക്കേറ്റ് സുഗതൻ പറയുന്നു, മൃതദേഹം അഴുകാതിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമാലിൻ എന്ന് പറയുന്ന രാസപദാർത്ഥമാണ് മത്സ്യം അഴുകാതിരിക്കുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുന്നത്. ഇതിൽ വാസ്തവമുണ്ടോ? ഉണ്ട്. കേരളത്തിലെ വിവിധ മാർക്കറ്റുകളിൽ നിന്ന് ഞങ്ങൾ ശേഖരിച്ച സാമ്പിളുകൾ പരിശോധിക്കുകയുണ്ടായി. അതിൽ സോഡിയം ബെൻസോയേറ്റ്, ഫോർമാലിൻ, അമോണിയം തുടങ്ങിയ രാസവസ്തുക്കൾ ഉണ്ട് എന്ന് ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ രാസവസ്തുക്കളുടെ രാസപ്രവർത്തനം മൂലമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടാക്കിയ മീൻകറി വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്നതും ഈ സ്വർണത്തിന്റെ നിറം മാറുന്നതും. 100% നമ്മുടെ നാട്ടിൽ വരുന്ന മത്സ്യങ്ങളിൽ വിഷാംശം കലർന്നിട്ടുണ്ട്. നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. ഇവിടെ ആരൊക്കെ നിർബന്ധം? നിങ്ങളെ മീൻ തിന്നാലേ നിങ്ങൾ ജീവിക്കുള്ളൂ. ഇവിടെ ആരെങ്കിലും പറഞ്ഞു? ഒരു നിർബന്ധമല്ല നിങ്ങളൊക്കെ മീൻ തിന്നണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്യാൻസറിനെ വിളിച്ചു വരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ദഹനേന്ദ്രിയ വ്യവസ്ഥ, കരൾ, വൃക്ക ഇവയൊക്കെ തകരാറിലാകും. മത്സ്യത്തിൽ വിഷാംശം, രാസപദാർത്ഥങ്ങൾ കലർത്തിയിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് എന്ത് ആക്ഷനാണ് പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്? അതായത് ഈ മത്സ്യത്തിലെ വിഷാംശം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ട്രിപ്പുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് താമസിയാതെ തന്നെ വിപണിയിൽ ലഭ്യമാകും. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ഈ മത്സ്യത്തിൽ വിഷാംശം ഉണ്ടോ എന്ന് നിമിഷങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് ആൾക്കാർക്ക് സ്ലിപ്പ് കൊടുത്തിട്ട് അവരിത് പരിശോധിക്കണം എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഞാനാണ്. പിന്നെ എന്തിനാണ് ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും എന്തിനാണ് ഇവർക്ക് ശമ്പളം കൊടുക്കണേ? ഞങ്ങൾ ഇവിടെ ടാക്സ് അടക്കണം എന്തിനാണ്? അതിൽ ഞാനില്ല. അല്ല, ഞങ്ങൾ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ കൃത്യമായി ജോലി എടുത്തിട്ടാണ്. ഈ ഭക്ഷണ സാധനങ്ങൾ കണ്ണിൽ കണ്ട പട്ടാണി കടലയിൽ പച്ച മുക്കിയിട്ട് വരിക, പച്ചപ്പയറിന് മുകളിൽ പച്ച മുക്കിയിട്ട് വരിക, ഇതൊക്കെ കണ്ണിൽ ഇവിടെ ആൾക്കാർ. ഞാൻ പച്ച എടുത്തിട്ട് പറയല്ല, ഉള്ള കാര്യം ഞാൻ പറയാണ്. ഇവിടെ അരി വരെ ഇവിടെ മറ്റേ മട്ടരിയാണെന്നും പറഞ്ഞിട്ട് മറ്റേ എന്താ നിലത്ത് തേക്കണ ചുവന്ന പെയിന്റ് തേച്ചിട്ട് ഇവിടെ അരി വരുന്നുണ്ട് എന്നാ പറയണത്. ഇപ്പോൾ എന്നിട്ട് ഇതൊക്കെ ആൾക്കാർ തിരിച്ചിട്ടൊന്നും സർക്കാർ അറിയില്ല എന്നാ പറഞ്ഞത്. അതിക്ക് മനസ്സിലായി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇത് അറിയണില്ലേ? എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത്? നമ്മൾ ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഈ ടാക്സ് ഇങ്ങനെ മേടിച്ചിട്ട് ശമ്പളം മേടിച്ച് അമുക്കാന്നല്ലാണ്ട് എന്താ അവർ ചെയ്തിട്ടുള്ളത്? നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ കേരളത്തിലെ മുഴുവൻ ഹോട്ടലുകളിലും ഞങ്ങൾ റെയ്ഡ് നടത്തുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തീർക്കി. എനിക്കത് വർത്താനം പറയാനുണ്ട്. പറഞ്ഞു തീർത്ത് അടുത്തേക്ക് പോയാൽ പോരെ? ഞാൻ 10-15 വർഷം ഗൾഫിൽ മറ്റേ മീൻ മാർക്കറ്റിൽ ജോലി ചെയ്ത ആളാണ് ഞാൻ. അവിടെ ഒരു സാധനം ഈ ജാതി സാധനം വന്ന ആളിനെ അപ്പൊ തൂക്കി കൊല്ലും. ആ ജാതി നിയമമാണ് അവിടെ. ഇവിടെ എന്ത് നിയമമാണ്? നിങ്ങൾ അറബിക്കടലിലെ കാര്യം പറയാതെ ഇവിടുത്തെ കടലിലെ കാര്യം പറയാം. ഇവിടുത്തെ കടലിലെ കാര്യം പറയാം.